നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി തെക്കുമുറി വളവിൽ ഡീസൽ പരന്നത് ആശങ്കയ്ക്കിടവരുത്തി. ബൈക്ക് യാത്രക്കാർക്ക് റോഡിലെ ഡീസൽ അപകട ഭീഷണി ഉയർത്തിയതോടെ അഗ്നിശമന സേനയെത്തി കഴുകിക്കളഞ്ഞു. വാഹനത്തിൽ നിന്നും ഡീസൽ ചോർന്നാണ് റോഡിൽ ഒഴുകിയത് എന്നാണ് നിഗമനം. ബുധനാഴ്ച രാവിലെയാണ് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തെക്കുമുറി വളവിൽ ഡീസൽ പരന്നൊഴുകിയത്. ഏതെങ്കിലും വാഹനം വളവ് തിരിഞ്ഞു പോകുമ്പോൾ ഡീസൽ ചോർന്നതാകാം റോഡിലൂടെ പരന്നൊഴുകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡീസൽ റോഡിൽ ഒഴുകിയതോടെ ബൈക്ക് യാത്രക്കാർക്ക് ഭീഷണിയായി. ചില ബൈക്ക് യാത്രക്കാർ ഇതിനിടെ റോഡിൽ തെന്നി വീഴാനും പോയി. ഇതേ തുടർന്നാണ് പ്രദേശത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. തുടർന്ന് പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ പരന്നൊഴുകിയ ഡീസൽ കഴുകിക്കളയുകയായിരുന്നു. വളവുകളിൽ വാഹനങ്ങൾ വേഗം തിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഡീസൽ റോഡിലൂടെ ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ളതായാണ് അധികൃതർ സൂചിപ്പിച്ചത്. ഇതിനു മുമ്പും തെക്കുമുറിയിൽ ഇത്തരത്തിൽ ഡീസൽ പരന്നൊഴുകിയ സംഭവം ഉണ്ടായിരുന്നു. പല ഇരുചക്ര വാഹനക്കാരും ഡീസലിൽ തെന്നി വീഴുകയും ചെയ്തിരുന്നു. വീണ്ടും ഇത്തരത്തിൽ റോഡിൽ പരന്നൊഴുകിയതാണ് പരാതി ഉയർത്തിയത്. ഫയർഫോഴ്സ് പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി ഡീസൽ കഴുകിക്കളഞ്ഞതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി. മോഷണ കേസുകളിൽ പ്രതിയായ 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോഷണം നടത്തിയ പാഞ്ഞാൾ വെട്ടിക്കാട്ടി പുഷ്കരം സ്വദേശി കുറ്റ്യൻമൂച്ചിക്കൽ വീട്ടിൽ അക്ബർ അലി, മോഷണം നടത്തിയ സാധനങ്ങൾ വിൽക്കാൻ സഹായിച്ച ആക്രിക്കടക്കാരൻ പാലക്കാട് ഓങ്ങല്ലൂർ മുസ്ലിയാർ പറമ്പിൽ അബ്ദുള്ളക്കുട്ടി എന്നിവരെയാണ് പിടികൂടിയത്. തെളിവെടുപ്പിന് ശേഷം വടക്കാഞ്ചേരി കോടതിയിൽ എത്തി റിമാൻഡ് ചെയ്തു. ഓങ്ങല്ലൂർ കാരക്കാടുള്ള ആക്രിക്കടയിൽ നിന്നും ഓട്ടുപാറ ആശുപത്രിക്ക് സമീപമുള്ള ആക്രിക്കടയിൽ നിന്നുമാണ് മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടെടുത്തത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACPയുടെയും സ്പെഷ്യൽ സ്ക്വാഡ് ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI DS ആനന്ദ്, SI സുഭാഷ്, പോലീസ് ഓഫീസർമാരായ നസീർ, സനൽകുമാർ, പ്രസാദ്, വിജയൻ, ഹോംഗാർഡ് നാരായണൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നവീകരണത്തിന് പിന്നാലെ തകർന്ന കൊപ്പം ചക്കുറ്റി റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അധികൃതർ രംഗത്ത്. തകർന്ന ഭാഗങ്ങളിൽ വീണ്ടും ടാറിംഗ് നടത്തിയായിരുന്നു പരിഹാരം കണ്ടത്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നവീകരണത്തിന് പിന്നാലെ തകർന്ന കൊപ്പം പഞ്ചായത്തിലെ ചക്കുറ്റി റോഡിന്റെ തകർച്ച പരിഹരിക്കാനായി വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ നടപ്പാക്കി അധികൃതർ. റോഡ് തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് ടാർ ഇളകി മാറ്റി വീണ്ടും ടാറിംഗ് പ്രവർത്തികൾ നടത്തിയത്. റോഡ് തകർച്ചയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊപ്പം ചക്കുറ്റി റോഡിന്റെ നവീകരണം നടപ്പാക്കിയത്. 500 മീറ്ററോളം വരുന്ന റോഡിലായിരുന്നു പ്രവർത്തികൾ. ദിവസങ്ങൾക്ക് മുൻപ് നവീകരണം നടപ്പാക്കിയ റോഡിലെ ടാർ വലിയ തോതിൽ ഇളകിപ്പോരുകയായിരുന്നു. റോഡിലെ പാറപ്പൊടിയിലാണ് ടാറിംഗ് നടത്തിയെന്ന ആക്ഷേപവും ഉണ്ടായി. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും റോഡിലെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ മുതൽ റോഡിന്റെ തകർച്ച പരിഹരിക്കുന്ന പ്രവർത്തികൾ തുടങ്ങിയത്. ഉച്ചയോടെ പ്രവർത്തികൾ പൂർത്തിയാക്കി. ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തൃത്താലക്കൊപ്പത്ത് നിന്ന് എറയൂർ വഴി മുളയൻകാവ് റോഡിലേക്കുള്ള എളുപ്പവഴിയാണ് ചക്കുറ്റി റോഡ്. തകർന്ന റോഡിലെ പുനർനിർമ്മാണ പ്രവർത്തികളിൽ ആശ്വാസം കാണുകയാണ് നാട്ടുകാരും. പഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള ചക്കുറ്റി റോഡിലുള്ള ടാറിംഗ് സംബന്ധമായിട്ട് ഇന്നലെ എടുത്ത വീഡിയോയും കാര്യങ്ങളും സംസാരങ്ങളും റോഡ് പൊളിഞ്ഞതും എല്ലാം കൂടിയായി ഇന്നിപ്പോൾ 20/3/2024 ഏതായിരുന്നാലും ഇന്ന് രാവിലെ അവർ വന്നു, പണിയെടുക്കുന്ന കൂട്ടത്തിൽ എയും ഓവർസിയറും എല്ലാവരും സന്നിഹിതരായിരുന്നു. അവരിപ്പോൾ ഈ പണി കഴിഞ്ഞു, അവർ പോയിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ പൊളിയും എങ്ങനെയൊക്കെ പൊളിയും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഏതായിരുന്നാലും ഇത്രയും ചെയ്തു തന്നതും ചെയ്യിച്ചതുമായ നാട്ടുകാർക്കും പഞ്ചായത്ത് അധികൃതർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയുണ്ട്. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്കാ കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ അടയാളമായിരുന്നു നിലംപതി. മഴ ശക്തമായാൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് വഴി ഇടവഴിയിലൂടെ ശക്തമായ വെള്ളം നിലംപതി വഴിയാണ് കല്ലുംപുറം പാടത്തേക്ക് പോയിരുന്നത്. നിലംപതിയിലെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടും വിദ്യാർത്ഥികളുൾപ്പെടെയുള്ള കാൽനട വാഹനയാത്രക്കാർക്കും ദുരിതവും ഭീഷണിയുമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു നിലംപതി ഉയർത്തുക എന്നത്.
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് മെമ്പർ ആനി വിനു അവതരിപ്പിച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത്. 29 മീറ്റർ പാത 1,68,000 രൂപ ചെലവ് ചെയ്ത് ഉയർത്തി സിമന്റ് ഇഷ്ടിക പതിച്ച് ഇരുവശവും കോൺക്രീറ്റും ചെയ്തു. പണി പൂർത്തിയായ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. സഞ്ചാരയോഗ്യമായ പാത കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഉപകാരപ്രദമായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമഭത്ത കൃത്യമായി അനുവദിക്കാത്ത നടപടിക്കെതിരെ പട്ടാമ്പിയിൽ KPSTA പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടാമ്പി AO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. ശ്രീജേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ 21% ക്ഷേമബത്ത കൃത്യമായി അനുവദിക്കാതെ കേവലം 2% മാത്രം മുൻകാല പ്രാബല്യം ഇല്ലാതെ അനുവദിച്ച സർക്കാരിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചാണ് KPSTA പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി AO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി സബ് ട്രഷറിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് AO ഓഫീസിൽ നടന്ന പ്രതിഷേധ ധർണ KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു ആനുകൂല്യത്തെ കുറിച്ച് പറയാം. ചിലപ്പോൾ ജീവനക്കാരൻ മറന്നുപോയിണ്ടാവും. അതിന്റെ പേര് HBA എന്നാണ്. ഹൗസ് ബിൽഡിംഗ് അലവൻസ് എന്നാണ് അതിന്റെ പേര്. 2016 വരെ അത് കൃത്യമായി കിട്ടിയിരുന്നു. 2017 ഗവൺമെന്റ് അത് നിർത്തലാക്കിയപ്പോൾ ഒരു വലിയ മുടന്ന ന്യായം പറഞ്ഞു. ഇത് നിർത്തലാക്കിയിട്ടില്ല, സംസ്ഥാന ജീവനക്കാർക്ക് അത് കിട്ടും. 20 ലക്ഷം രൂപ വരെയാണ് അതിന്റെ അഡ്വാൻസ് പരിധി. ബാങ്കിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടുമ്പോൾ 8% വരുന്ന ഇൻട്രസ്റ്റ് സർക്കാർ അടയ്ക്കും. എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ 2018 മുതൽ ഈ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനും HBA കിട്ടിയിട്ടില്ല. എന്താ കാരണം? ട്രഷറിയിൽ ഇതിന്റെ വായ്പയുമായി ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങൾ കൊടുക്കേണ്ട സോഫ്റ്റ്വെയർ അന്ന് 6 വർഷമായി കേടാണ്. 11 ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കാര്യം 2019 മുതൽ 2021 ഫെബ്രുവരി മാസം വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ 4 ഗഡുക്കളായി 2023 ഏപ്രിലും 2023 ഒക്ടോബറിലും 2024 ഏപ്രിലും 2024 ഒക്ടോബറിലും തരാമെന്ന് പറഞ്ഞു. 2023 ഏപ്രിലും 2023 ഒക്ടോബറിലും തരേണ്ടത് തന്നിട്ടില്ല. അത് റദ്ദ് ചെയ്തു. ഇനി 2024 കിട്ടുമോ? അപ്പൊ നമ്മുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടുന്നില്ല. മെഡിസപ്പിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ഈ സർക്കാർ വിഹിതം പിടിക്കുന്നു. ഉപജില്ലാ പ്രസിഡന്റ് PM രാജേഷ് അധ്യക്ഷനായിരുന്നു. S. നസീർ ഹുസൈൻ, MP സതീശൻ, P. സുരേഷ് ബാബു, KB ബിജു, KS ധന്യ, ബിജോയ് S. നാരായണൻ, P. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അഖിലേന്ത്യാ തലത്തില് വില സൂചിക ഉയരുമ്പോ നമുക്ക് ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലുമാണ് ഈ DA കുടിശ്ശിക നമുക്ക് നൽകാറുള്ളത്. എന്നാൽ വിലക്കയറ്റം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരുവിധ തടയിടയിലും ഇന്നത്തെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ നമുക്ക് അതിന് ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിലാണ് ഈ DA. ആ DA നൽകുന്നില്ല. അപ്പോ കേരളത്തിലെ മഹാഭൂരിപക്ഷം അധ്യാപകരും അതുപോലെ തന്നെ സർവീസിൽ പ്രവർത്തിക്കുന്ന ആളുകളും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ദുർഭരണം ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നീ വേളയിൽ
മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വടക്കുമുറി വിഭാഗം, കൊല്ലമ്മാക്ക്, കിഴക്കുമുറി വിഭാഗം, വാഴക്കോട് വളവ് വിഭാഗം, വാഴക്കോട് സെന്റർ എന്നീ വിഭാഗക്കാരുടെ എഴുന്നള്ളിപ്പുകൾ വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കാളവേല, പാക്കനാർ വേല, പൂതൻ, തിറ, മറ്റ് വിവിധ ക്ലബ്ബുകളുടെ ശിങ്കാരിമേളം, വിവിധ തരം വാദ്യോപകരണങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. രാത്രി പൂരാവർത്തനവുമുണ്ടായി. നിരവധി പേർ പങ്കെടുത്തു. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരി പോലീസും പാപ്പാന്മാരും നാട്ടുകാരും ചേർന്ന് ആനയെ തളച്ചു. വാഴക്കോട് വിഭാഗക്കാരുടെ പൂരം കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ആന ഇടഞ്ഞത്. ഏകദേശം ഇടഞ്ഞ ആന 200 മീറ്ററോളം ഓടി. വടക്കാഞ്ചേരി പോലീസും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ആന വാഴക്കോട് വിഭാഗത്തിന്റെ പൂരം പുറപ്പെട്ട് ഏകദേശം നമ്മുടെ ഈ വാഴക്കോട് BRD പരിസരത്ത് തന്നെയാണ് എല്ലാ കൊല്ലം പൂരം പുറപ്പെട്ട് ഏകദേശം കുറച്ച് ദൂരം ഒരു 200 മീറ്റർ ജസ്റ്റ് അങ്ങോട്ട് എത്തി. അവിടുന്ന് പെട്ടെന്ന് കണ്ടു ഒരാന പെട്ടെന്നൊന്ന് തിരിഞ്ഞു. ഈ കാലാവസ്ഥയുടെ ചൂടിൻ്റെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആന എന്തായാലും തളക്കപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടി ജയകൃഷ്ണന്റെ സന്ദർശനവും ഇഫ്താർ വിരുന്നും നടന്നു. 2022-23 വർഷത്തെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ മികവിനുള്ള പുരസ്കാരം സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതിയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ ലയൺ ഇർഷാദ് അഹമ്മദ്, ഡോക്ടർ സി മധു, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ EK ബാബു, സോൺ ചെയർപേഴ്സൺ രവീന്ദ്രനാഥ്, PM രാധിക, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.